കൊമേഴ്സ് ഫോർ HSS യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 1ാം വർഷ ഹയർ സെക്കൻഡറി ക്ലാസ്സിലെ അക്കൗണ്ടൻസി എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് 3ാം അധ്യായത്തിലെ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ എന്ന അധ്യായത്തിലെ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന ടേമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. Transactions are first entered in the books of journal. Journal is derived from the word jour, which means day. All transactions are first entered on daily basis in journal. So journal is called the books of original entry, where transactions are first entered. ഒരു ബിസിനസ്സിനകത്ത് നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷനും ആദ്യം തന്നെ രേഖപ്പെടുത്തുന്ന ഒരു ബുക്കാണ് ജേണൽ. അതുകൊണ്ട് തന്നെ ജേണലിനെ നമ്മൾ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്നാണ് വിളിക്കുന്നത്. ഇൻ ജേണൽ വി റെക്കോർഡ് ട്രാൻസാക്ഷൻസ് ഓൺ ദ ബേസ് ഓഫ് സം സോഴ്സ് ഡോക്യുമെന്റ്സ്. ജേണലിനകത്ത് ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്നത്, ഇടപാടുകൾ രേഖപ്പെടുത്തുന്നത് സോഴ്സ് ഡോക്യുമെന്റ് ആവശ്യമാണ്. സോഴ്സ് ഡോക്യുമെന്റിന്റെ സഹായത്തോടു കൂടി മാത്രമേ ജേണലിനകത്ത് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഇടപാടുകൾ രേഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. എല്ലാ ട്രാൻസാക്ഷനും രേഖപ്പെടുത്തുന്ന സോഴ്സ് ഡോക്യുമെന്റ്സ് അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്ററി എവിഡൻസ് ആവശ്യമാണ്. റെക്കോർഡ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്ട്. വി ഹാവ് studied in the last class. Every transaction has two aspects. One is receiving aspect, which is called debit, and giving aspect is called credit. So in journal we record the debit and credit aspect of each transaction. ജേണലിനകത്ത് ഒരു ട്രാൻസാക്ഷൻ്റെ ഒരു ഇടപാടിൻ്റെമായി ബന്ധപ്പെട്ട ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും റെക്കോർഡ് ചെയ്യപ്പെടുന്നതാണ്. The process of recording transactions in the journal is called journalizing. ജേണലിനകത്ത് ഇടപാടുകൾ രേഖപ്പെടുത്തുന്ന പ്രവൃത്തിയെ ജേണലൈസിംഗ് എന്നാണ് വിളിക്കുന്നത്. ജേണൽ എന്താണ്? ജേണൽ transactions are recorded in the chronological order as and when they take place. In journal all transactions are taken place in the order of their occurrence. അതായത് ജേണലിനകത്ത് ഇടപാടുകൾ രേഖപ്പെടുത്തുന്നത് അവ സംഭവിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് സംഭവിക്കുന്നതിൻ്റെ ഓർഡർ അനുസരിച്ചാണ് ഇടപാടുകൾ രേഖപ്പെടുത്തുക. ആദ്യം നടക്കുന്ന കാര്യം ആദ്യം രേഖപ്പെടുത്തുന്നു, രണ്ടാമത് തേർഡ് ഫോർത്ത്, അങ്ങനെ എങ്ങനെയാണ് സംഭവിക്കുന്നത് ആ സംഭവിക്കുന്നതിന് അടിസ്ഥാനത്തിലാണ് അതിൻ്റെ ഓർഡർ അനുസരിച്ച് മാത്രമേ രേഖപ്പെടുത്താൻ പാടുള്ളൂ. ദിസ് ഈസ് എ ഫോർമാറ്റ് ഓഫ് ജേണൽ. ഇറ്റ് ഹാസ് എ ഡേറ്റ് കോളം. സോ ഫസ്റ്റ് വി ഹാവ് ടു എൻ്റർ ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ. ദെൻ in particulars column we have to write the account to be debited and credited. ഇവിടെയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്ന അക്കൗണ്ടുകളും അതുപോലെ ക്രെഡിറ്റ് ചെയ്യുന്ന അക്കൗണ്ടിൻ്റെയും പേരുകൾ രേഖപ്പെടുത്തുന്നത്. അതുപോലെ LF ledger folio. Here the page number of journal ledger account is entered and there is a debit amount column and credit amount column. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ട്രാൻസാക്ഷൻ, വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് ജേണൽ, ജേണലിനകത്ത് എങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് ഇടപാടുകൾ രേഖപ്പെടുത്തുന്നത് നോക്കാം. നമ്മൾ പറഞ്ഞു എല്ലാ ട്രാൻസാക്ഷനും അപ്പോൾ നടക്കുന്നതിൻ്റെ ഓർഡർ. അപ്പോൾ ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ, തീയതി അനുസരിച്ച് ഡേറ്റ് അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യേണ്ടത്, ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്നത്. ഓരോ ഇടപാടും നടക്കുന്ന തീയതി അനുസരിച്ചാണ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഒന്നാമത്തെ കുറച്ച് നമ്മൾ ഡേറ്റാണ് രേഖപ്പെടുത്തുന്നത്, ട്രാൻസാക്ഷൻ നടന്ന തീയതിയാണ് രേഖപ്പെടുത്തുന്നത്. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ പറഞ്ഞു ഡെബിറ്റ് ചെയ്യുന്ന അക്കൗണ്ടും അതുപോലെ ക്രെഡിറ്റ് ചെയ്യുന്ന അക്കൗണ്ടുമാണ് രേഖപ്പെടുത്തുന്നത്. LF കോളത്തിൽ ലെഡ്ജർ ഫോളിയോ മീൻസ് ദ പേജ് നമ്പർ ഓഫ് ലെഡ്ജർ. ഓരോ ട്രാൻസാക്ഷൻ നമ്മൾ മിനിമം രണ്ട് അക്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ ഏതൊക്കെ അക്കൗണ്ടുകളുണ്ടോ ആ അക്കൗണ്ട് നമ്മൾ വേറെ ഒരു സെപ്പറേറ്റ് അക്കൗണ്ടായി തയ്യാറാക്കും. ആ തയ്യാറാക്കുന്ന അക്കൗണ്ടിൻ്റെ പേജ് നമ്പറാണ് LF കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ലെഡ്ജർ ഫോളിയോ എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ ഡെബിറ്റ് അമൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത അക്കൗണ്ട് എമൗണ്ടും ക്രെഡിറ്റ് അമൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ട് എമൗണ്ടുമാണ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ എങ്ങനെ നമ്മൾ ചെയ്ത് നോക്കാം. ഫസ്റ്റ് എൻ്റർ ദ ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസാക്ഷൻ ഇടപാടിന് ഡേറ്റ് രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഡേറ്റ് രേഖപ്പെടുത്തുമ്പോൾ ആദ്യം ഇയർ, ദെൻ മന്ത്, ദെൻ ഡേറ്റ്. ഇപ്പോൾ ഡേറ്റ്, ഇയർ, മന്ത്, ഡേറ്റ് ആ ഓർഡറിലാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ്റെ മാത്രമേ
ഇയറും മന്തും രേഖപ്പെടുത്തേണ്ടുള്ളൂ. പിന്നീട് വരുന്നത് ഡേറ്റ് മാത്രം രേഖപ്പെടുത്തിയാൽ മതി. പിന്നെ മന്ത് മാറുന്ന സമയത്ത് മാത്രം മന്തിൻ്റെ ഇയർ കൊടുക്കുക, അതുപോലെ ഇയർ മാറുമ്പോൾ മാത്രം ഇയർ കൊടുത്താൽ മതി. ഇനി നമ്മളിവിടെ ഫസ്റ്റ് പർട്ടിക്കുലർ കോളത്തിന് we write the name of account to be debited in particulars column and DR is written at the end of that column. ഇതേപോലെ നമ്മൾ ചെയ്യേണ്ടത് പർട്ടിക്കുലർ കോളത്തിന് ഒന്നാമത്തെ ലൈനിൽ ഏത് അക്കൗണ്ടാണോ ഡെബിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ക്യാഷ് അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യുന്നത്, ക്യാഷ് അക്കൗണ്ട് എഴുതുന്നു. എന്നിട്ട് അതിനുശേഷം ആ കോളത്തിൻ്റെ ഏറ്റവും അവസാനം ഡെബിറ്റ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഡി ആർ എന്നുള്ള വേർഡ് കൂടി രേഖപ്പെടുത്തും. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആദ്യം ഡെബിറ്റ് ചെയ്ത അക്കൗണ്ട് പേര് എഴുതുന്നു, പിന്നെ ആ കോളത്തിൻ്റെ ഏറ്റവും അവസാനം ഡെബിറ്റ് എന്നുള്ളത് ആ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഡി ആർ എന്നുള്ള വേർഡ് കൂടി രേഖപ്പെടുത്തുന്നു. Then write the name of account to be credited on the second line, leaving some space on the left side, starting with 2. ഇപ്പോൾ രണ്ടാമത്തെ ലൈനിൽ പിന്നെ കോളത്തിൻ്റെ ലൈനിൻ്റെ നിന്നും കുറച്ച് സ്പേസ് വിട്ടിട്ട് എന്ത് ചെയ്യണം, 2 എന്നുള്ള വേർഡ് തുടങ്ങും. ഇപ്പോൾ 2 എന്ന് എഴുതുന്നു. ദെൻ അക്കൗണ്ടിൻ്റെ പേരും. ഇപ്പോൾ 2 ക്യാപിറ്റൽ അക്കൗണ്ട്. ഇപ്പോൾ ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ടിൻ്റെ പേര് എഴുതുമ്പോൾ രണ്ടാമത്തെ ലൈനിലാണ് ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ടിൻ്റെ പേര് എഴുതുന്നത്. രണ്ടാമത്തെ ലൈനിൽ ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ട് പേര് എഴുതുമ്പോൾ കുറച്ച് സ്പേസ് വിട്ടിട്ട് 2 എന്നുള്ള വേർഡ് കൊടുക്കുന്നു. അതിന് ശേഷം ഏത് അക്കൗണ്ടാണോ ക്രെഡിറ്റ് ചെയ്യുന്ന അക്കൗണ്ടിൻ്റെ പേര്. ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ടാണ് ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ 2 ക്യാപിറ്റൽ അക്കൗണ്ട്. അതിനുശേഷം നെക്സ്റ്റ് ലൈൻ ഗിവ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഇൻ എ ബ്രാക്കറ്റ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന രേഖപ്പെടുത്തിയിരിക്കുന്ന ട്രാൻസാക്ഷനെ കുറിച്ചുള്ള ഒരു ചെറു വിവരണമാണ് അടുത്ത ലൈനിൽ കൊടുക്കുന്നത്. അതൊരു ബ്രാക്കറ്റിനകത്താണ് കൊടുക്കുന്നത്. ഇറ്റ് ഈസ് കോൾഡ് നരേഷൻ. മറ്റുള്ളവർക്ക് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന എന്തുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷനാണ് അല്ലെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ഇപ്പോൾ ബിസിനസ്സിന് ക്യാഷ് കൊണ്ടുവന്നു, അല്ലെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ക്യാഷ് കൊണ്ടുവന്നു. അപ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണ് നരേഷൻ. ദിസ് ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഈസ് കോൾഡ് നരേഷൻ. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്, ഇവിടെ ആ ഡിസ്ക്രിപ്ഷൻ ആ ട്രാൻസാക്ഷനെ കുറിച്ചുള്ള ഒരു ചെറു വിവരണം കൊടുക്കുകയാണ്. In the LF column, enter the page number of accounts. ഇപ്പോൾ ഇവിടെ നമ്മൾ ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് ശേഷം ജേർണൽ എൻട്രി എഴുതി കഴിഞ്ഞതിന് ശേഷം സെപ്പറേറ്റ് അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് വരക്കും, അതുപോലെ ക്യാപിറ്റൽ അക്കൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് വരക്കും. അപ്പോൾ അങ്ങനെ വരക്കുമ്പം ക്യാഷ് അക്കൗണ്ട് ഏത് പേജിലാണോ വരുന്നത് ആ പേജിന് നമ്പറാണ് ഇവിടെ LF എന്നുള്ളത്, ലെഡ്ജർ ഫോളിയോ, പേജ് നമ്പർ ഓഫ് അക്കൗണ്ട്. അപ്പോൾ പേജ് നമ്പർ ഓഫ് അക്കൗണ്ട് നമ്മൾ ക്വസ്റ്റിനൊക്കെ തരികയാണെങ്കിൽ എഴുതാം, ഇല്ലെങ്കിൽ എഴുതാൻ നിർബന്ധമില്ല. അതിനുശേഷം നെക്സ്റ്റ് എൻ്റർ ദ എമൗണ്ട് ഓഫ് ട്രാൻസാക്ഷൻ എമൗണ്ട് കോളം, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഡെബിറ്റിലും എമൗണ്ട് എഴുതണം. അപ്പോൾ ഡെബിറ്റ് ചെയ്ത അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യുന്നത്, അതിൻ്റെ എമൗണ്ട് ക്യാഷ് ഡെബിറ്റ് കോളത്തിലും, അത് ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ട് എമൗണ്ട് ക്രെഡിറ്റ് കോളത്തിലും എഴുതാം. നെക്സ്റ്റ് അതിനുശേഷം ആ ട്രാൻസാക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പർട്ടിക്കുലർ കോളത്തിൽ മാത്രം ഒരു ലൈന് വരയ്ക്കുകയാണ്. ഇതിന് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജേർണൽ എൻട്രി എഴുതി മതി. ഇപ്പോൾ നമ്മൾ പറയുന്ന വേണം ഇറ്റ് ഈസ് കോൾഡ് ജേർണൽ എൻട്രി. ഇപ്പോൾ ജേർണൽ എൻട്രി ഇങ്ങനെയാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. ഇപ്പോൾ നമ്മൾ നോക്കാം 2018 ജനുവരി 1 പർച്ചേസ് ദി ഗുഡ്സ് ഫോർ ക്യാഷ് ₹25,000. ഇപ്പോൾ ഇവിടെ നമുക്ക് ഏതൊക്കെ അക്കൗണ്ടാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ അക്കൗണ്ട് ആയിരിക്കും? അതെ, ഒന്ന് പർച്ചേസ് അക്കൗണ്ടാണ്. പർച്ചേസ് അക്കൗണ്ടാണ് പർച്ചേസ് ഈസ് എ എക്സ്പെൻസ്. അപ്പോൾ ഇവിടെ എക്സ്പെൻസ് കൂടുകയാണ്, എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യും ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. അതുപോലെ രണ്ടാമത്തെ അക്കൗണ്ടിൽ ക്യാഷാണ്. അപ്പോൾ ക്യാഷ് നമ്മൾ പൈസ കൊടുക്കുകയാണ്. അപ്പോൾ പൈസ കൊടുക്കുമ്പോൾ ക്യാഷ് ബാലൻസ് കുറയും. അപ്പോൾ ക്യാഷ് ഈസ് ഇൻ അസറ്റ്, അസറ്റ് കുറയുമ്പോൾ ഡിക്രീസ് ഇൻ അസറ്റ് ക്രെഡിറ്റ് ചെയ്യണം. സോ ക്യാഷ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ്. ഇത് നമ്മൾ എങ്ങനെയാണ് ജേർണൽ എൻട്രിയിൽ വരയ്ക്കുന്നത് നോക്കാം. ഇപ്പോൾ ഡേറ്റ് പർട്ടിക്കുലേഴ്സ് LF ഡെബിറ്റ് എമൗണ്ട് ക്രെഡിറ്റ് എമൗണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം ഡേറ്റ് ചെയ്യുന്നു 2018 ജനുവരി 1. ഇപ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്ന അക്കൗണ്ട് പർച്ചേസ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ലൈനിൽ പർച്ചേസ് അക്കൗണ്ട്, ആ കോളത്തിന് ലാസ്റ്റിൽ ഡെബിറ്റ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി DR എന്ന് കൊടുക്കുന്നു. LF ലെഡ്ജർ ഫോളിയോ കൊടുക്കുന്നു. ദെൻ ഡെബിറ്റ് ചെയ്ത എമൗണ്ട് 25,000. ഇനി ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ട് പർട്ടിക്കുലർ കോളത്തിൽ നെക്സ്റ്റ് ലൈനിൽ ആഫ്റ്റർ ലിവിങ് സം സ്പേസ് ഫസ്റ്റ് 2 എന്നുള്ള ലെറ്റർ വേർഡ് കൊടുക്കുക. അതിനുശേഷം ക്യാഷ് അക്കൗണ്ടാണ് ഇവിടെ ക്രെഡിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 2 ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ അതിൻ്റെ LF കൊടുക്കുന്നു. ദെൻ അതിൻ്റെ ക്രെഡിറ്റ് ചെയ്ത എമൗണ്ട്
ക്രെഡിറ്റ് കോളത്തിൽ കൊടുക്കുക. എമൗണ്ട് കോളത്തിൽ ക്രെഡിറ്റ് സൈഡിൽ കൊടുക്കുന്നു 25,000. അതിന് ശേഷം അതിനൊരു ബ്രീഫ് ഡെസ്ക്രിപ്ഷൻ കൊടുക്കുകയാണ്. പർച്ചേസ് ഗുഡ് ഫോർ ക്യാഷ്. ദിസ് ഈസ് കോൾഡ് നരേഷൻ. അപ്പോൾ നരേഷൻ കൊടുക്കണം. അതിനുശേഷം നരേഷൻ കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ഒരു ലൈൻ വായിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ വായിക്കുന്നത് പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്, പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. So when goods are purchased, there is an increase in stock of goods. അല്ലേ, ഗുഡ്സിന്റെ നമ്മൾ സാധനം വാങ്ങിച്ചിട്ടുള്ളൂ, വിൽക്കുന്നില്ല. അപ്പോൾ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്തായാലും ഗോസ് ടു ദ സ്റ്റോക്ക്. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് മൊത്തം ഗുഡ്സിന്റെ സ്റ്റോക്ക് എന്തെങ്കിലും സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇൻക്രീസ് ഇൻ സ്റ്റോക്കാണ്. അപ്പോൾ നോട്ട് ഡെബിറ്റഡ് ടു ഗുഡ്സ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഗുഡ്സ് അക്കൗണ്ട് അല്ല, അതിന് പകരം എടുക്കുന്നത് എന്താണ്, ഡെബിറ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട്. ബിക്കോസ് ഗുഡ്സ് ആർ പർച്ചേസ്ഡ് ഫോർ സെയിൽ. സാധനം ഇവിടെ വാങ്ങിക്കുന്നത് എന്തിനു വേണ്ടിയാണ്, വിൽപ്പനയ്ക്ക് വേണ്ടി. അപ്പോൾ വിൽപ്പനയ്ക്ക് വേണ്ടി സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ പറയുന്ന ടേം ഉപയോഗിക്കുന്ന ടേം പർച്ചേസ് അക്കൗണ്ട് ആണ്. അപ്പോൾ വെൻ ഗുഡ്സ് ആർ പർച്ചേസ്ഡ് ഡെബിറ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട് ആൻഡ് നോട്ട് ഡെബിറ്റഡ് ടു ഗുഡ്സ് അക്കൗണ്ട്. ബിക്കോസ് ദീസ് ഗുഡ്സ് ആർ പർച്ചേസ്ഡ് ഫോർ സെയിൽ. വിൽപ്പനയ്ക്ക് വേണ്ടിയാണ് സാധനം വാങ്ങിക്കുന്നത്. അപ്പോൾ അത് സാധനം വിൽക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയോ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന ടേം പർച്ചേസ് ആണ്. നേരത്തെ പറഞ്ഞു, നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിനകത്ത് പഠിച്ചിട്ടുണ്ട് അക്കൗണ്ടിങ് ടേംസ്. ഇനി ഗുഡ്സ് അക്കൗണ്ട് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 5 അക്കൗണ്ട്സ്. ഗുഡ്സ് അക്കൗണ്ട് നമ്മൾ പല രീതികൾ, പല സമയത്തും പല രീതികളിലാണ് ഉപയോഗിക്കുന്നത്. അതേതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് പർച്ചേസ് അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ട് ടോട്ടൽ ഗുഡ്സ് പർച്ചേസ്ഡ്. അപ്പോൾ നമ്മൾ ഒരു വർഷം വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് പീരിയഡിൽ വാങ്ങിക്കുന്ന ആകെ ഗുഡ്സിൻ്റെ ടോട്ടലാണ് പർച്ചേസ് അക്കൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് സെയിൽസ് അക്കൗണ്ട്. സെയിൽസ് അക്കൗണ്ട് വെൻ ഗുഡ്സ് ആർ സോൾഡ്. സാധനം വിൽക്കുമ്പോൾ നമ്മൾ അവിടെ നമ്മൾ ഗുഡ്സ് അക്കൗണ്ട് ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടി എന്താണ്, സെയിൽസ് അക്കൗണ്ടാണ് ഉപയോഗിക്കുന്നത്. സെയിൽ ഈസ് ദ മെയിൻ ഇൻകം ഓഫ് ദ ബിസിനസ്. അതുപോലെ തന്നെ പർച്ചേസ് റിട്ടേൺസ്. പർച്ചേസ് റിട്ടേൺസ് വെൻ ഗുഡ്സ് ആർ റിട്ടേൺഡ് ടു സപ്ലൈസ്. നമ്മളിപ്പോൾ വാങ്ങിച്ച സാധനം എന്തെങ്കിലും ഡിഫക്റ്റ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രോബാക്ക് വരികയാണെങ്കിൽ നമ്മൾ അത് തിരിച്ചു കൊടുക്കും. അപ്പോൾ തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ രേഖപ്പെടുത്തുന്ന അക്കൗണ്ട് പർച്ചേസ് റിട്ടേൺസ് അക്കൗണ്ടാണ്. ഇനി അതുപോലെ തന്നെ സെയിൽസ് റിട്ടേൺസ്. ഗുഡ്സ് റിട്ടേൺഡ് ഫ്രം കസ്റ്റമേഴ്സ്. നമ്മൾ സാധനം കസ്റ്റമേഴ്സിന് വിറ്റ സാധനം കസ്റ്റമർ എന്ത് ചെയ്യാൻ ചിലപ്പോൾ തിരിച്ചു തരാം. അപ്പോൾ അങ്ങനെ തിരിച്ചു തരുമ്പോൾ ഗുഡ്സ് അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അത് എവിടെ റെക്കോർഡ് ചെയ്യാം, സെയിൽസ് റിട്ടേൺസ് അക്കൗണ്ടിലാണ്. അപ്പോൾ ഗുഡ്സ് വാങ്ങിയ സമയത്ത് പർച്ചേസ് അക്കൗണ്ട് രേഖപ്പെടുത്തുന്നു, ഗുഡ്സ് വിൽക്കുന്ന സമയത്ത് സെയിൽസ് അക്കൗണ്ട് രേഖപ്പെടുത്തുന്നു. ഇനി വാങ്ങിച്ച സാധനം നമ്മൾ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ പർച്ചേസ് റിട്ടേൺസ് അക്കൗണ്ടാണ് രേഖപ്പെടുത്തുന്നത്. അതുപോലെ നമ്മൾ വിറ്റ സാധനം തിരിച്ചിങ്ങോട്ട് വരികയാണെങ്കിൽ സെയിൽസ് റിട്ടേൺസ് അക്കൗണ്ടാണ് രേഖപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ സ്റ്റോക്ക്. സ്റ്റോക്ക് മീൻസ് അൺസോൾഡ് ഗുഡ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിംഗ് പീരിയഡ്. അപ്പോൾ നമ്മുടെ വർഷം അക്കൗണ്ടിംഗ് പീരിയഡിന്റെ അവസാനം ചിലപ്പോൾ എല്ലാ മുഴുവൻ സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ച മുഴുവൻ സാധനങ്ങൾ അല്ലെങ്കിൽ ഉത്പാദിപ്പിച്ച മുഴുവൻ സാധനങ്ങൾ വിൽക്കണമെന്നില്ല. അപ്പോൾ വിൽക്കാതെ ബാക്കി വരുന്ന ഗുഡ്സിനെ നമ്മൾ എന്താ പറയുന്നത്, സ്റ്റോക്ക് എന്ന് പറയും. അപ്പോൾ സ്റ്റോക്ക് മീൻസ് അൺസോൾഡ് ഗുഡ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദി അക്കൗണ്ടിംഗ് പീരിയഡ്. ഒരു അക്കൗണ്ടിംഗ് പീരിയഡിന്റെ അവസാനം വിൽക്കാതെ ബാക്കി വരുന്ന ഗുഡ്സിനെയാണ് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, സ്റ്റോക്ക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കിവിടെ കോമ്പൗണ്ട് ജേർണൽ. എന്താണ് കോമ്പൗണ്ട് ജേർണലറി? കോമ്പൗണ്ട് ജേർണലറി മീൻസ് അക്കൗണ്ട്സ് ടു ബി ഡെബിറ്റഡ് ഓർ ക്രെഡിറ്റഡ് ഈസ് മോർ ദാൻ വൺ. നേരത്തെ നമ്മൾ കണ്ട ജേർണലിലൊക്കെ എന്താണ്, ഒരു അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും, മറ്റൊരു അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക ചെയ്യും. ഇനി ചില ജേർണൽ എൻട്രികളിൽ ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ ഡെബിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ ക്രെഡിറ്റ് ചെയ്യുകയോ ചെയ്യപ്പെടുകയാണെങ്കിൽ സച്ച് ജേർണലറീസ് ആർ കോൾഡ് കോമ്പൗണ്ട് ജേർണൽ എൻട്രീസ്. കോമ്പൗണ്ട് ജേർണലറീസ് ആർ ജേർണലറീസ് വിത്ത് മോർ ദാൻ വൺ അക്കൗണ്ട് ഡെബിറ്റഡ് ഓർ ക്രെഡിറ്റഡ്. For example, നോക്കാം. 2018 January 1st started business with cash rupees 50,000 and stock rupees 25,000. അപ്പോൾ ഇവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി 50,000 രൂപ ക്യാഷും 25,000 രൂപയുടെ സ്റ്റോക്കും കൊണ്ടുവന്നു. അപ്പോൾ ബിസിനസ്സിനകത്തേക്ക് എന്ത് വരുന്നു, ബിസിനസ്സിനകത്തേക്ക് ക്യാഷ് വരുന്നു, അതുപോലെ സ്റ്റോക്ക് വരുന്നു. അപ്പോൾ രണ്ട് അക്കൗണ്ട്, ഒരു അക്കൗണ്ട് ക്യാഷാണ്, മറ്റേ അക്കൗണ്ട് സ്റ്റോക്കാണ്. ഇനി ഇത് കൂടാതെ ബിസിനസ്മാൻ കൊണ്ടുവരുന്ന പണമോ പണത്തിന് തുല്യമായ വസ്തുക്കളെ നമ്മൾ എന്താ പറയുന്നത്, ക്യാപിറ്റൽ എന്ന്. അപ്പോൾ ഈ ക്യാഷും സ്റ്റോക്കും എന്താണ്, ഈസ് എ പാർട്ട് ഓഫ് ക്യാപിറ്റൽ. ഹിയർ ദ ടോട്ടൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ബൈ ദ ബിസിനസ് മാൻ ഇസ് 25 plus 50,000, സോ 75,000. അതായത് 50,000 രൂപ ക്യാഷും 27,000 സ്റ്റോക്കും കൂടി കൂടുമ്പോൾ 75,000 രൂപയാണ് എന്ത് വരുന്നത്, ക്യാപിറ്റലായിട്ട് ഇവിടെ വരുന്നത്. 3 അക്കൗണ്ടാണ് ഇവിടെ വരുന്നത്. ഒന്ന് ക്യാഷ് അക്കൗണ്ട്, ദെൻ സ്റ്റോക്ക് അക്കൗണ്ട്, ആൻഡ് തേർഡ് വൺ ഈസ് ക്യാപിറ്റൽ അക്കൗണ്ട്.
ഇപ്പോൾ ക്യാഷും സ്റ്റോക്കും ബിസിനസ്സിലേക്ക് വരികയാണ്. അപ്പോൾ ക്യാഷ് ബാലൻസ് കൂടും, അതുപോലെ സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്യും. ഇപ്പോൾ സ്റ്റോക്കും കൂടുകയാണ്. അപ്പോൾ ക്യാഷും സ്റ്റോക്കും അസറ്റാണ്. അസറ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? ഇൻക്രീസിങ് അസറ്റ് ഡെബിറ്റ് ചെയ്യണം. സോ ക്യാഷ് അക്കൗണ്ട് ആൻഡ് സ്റ്റോക്ക് അക്കൗണ്ട് ഈസ് ഡെബിറ്റ്. നമ്മൾ ആദ്യം ക്യാഷ് അക്കൗണ്ട് സ്റ്റോക്ക് അക്കൗണ്ട് ഡെബിറ്റ്. അപ്പോൾ ആദ്യം നമ്മൾ ഡേറ്റ് എഴുതുന്നു 2018 ജനുവരി 1. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്, അപ്പോൾ ഇതിൻ്റെ എമൗണ്ട് 50,000. ദെൻ സ്റ്റോക്ക് അക്കൗണ്ട് ഡെബിറ്റ്, അപ്പോൾ അതിൻ്റെ എമൗണ്ട് 25,000. അപ്പോൾ ഇയാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാഷ് 50,000 കൊണ്ടുവന്നു, അതുപോലെ സ്റ്റോക്ക് 25,000 കൊണ്ടുവന്നു. അപ്പോൾ ടോട്ടൽ ക്യാപിറ്റൽ ഈസ് 75,000. അപ്പോൾ മൂന്നാമത്തെ അക്കൗണ്ട് വരുന്നത് ക്രെഡിറ്റ് ആണ്. ക്രെഡിറ്റ് എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ലൈനിൽ സ്പേസ് വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 2 എന്ന് എഴുതുന്നു. ക്യാപിറ്റൽ അക്കൗണ്ട്, ഇപ്പോൾ ടോട്ടൽ എമൗണ്ട് 75,000 എവിടെ എഴുതുന്നു? ക്രെഡിറ്റ് സൈഡിൽ എഴുതും. ഇതിന് നരേഷൻ കൊടുക്കുകയാണ്. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ആൻഡ് സ്റ്റോക്ക്. ലൈൻ കൂടി വരയ്ക്കുക. അപ്പോൾ ഇതിൽ എഴുതി കഴിഞ്ഞാൽ ദിസ് ഈസ് എ കോമ്പൗണ്ട് ജേർണൽ എൻട്രി. ഇവിടെ 2 ഡെബിറ്റും 1 ക്രെഡിറ്റുമാണ് അല്ലേ? 2 അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു, സ്റ്റോക്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു, ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു. സോ ദിസ് ഈസ് എ കോമ്പൗണ്ട് ജേർണൽ എൻട്രി. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.